ടേസ്റ്റ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പൊക്കെ കഴിയാനായി തുടങ്ങിയല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ഒരു ദിവസത്തെ നോമ്പിനുള്ള ഒരു പ്രിപ്പറേഷൻ കാണിക്കാൻ കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഞാനൊരു പൊറോട്ട വെച്ചിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി ഉണ്ട്, അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പത്തിരിയൊക്കെ പരത്തി വെക്കാൻ വേണ്ടിയിട്ട് പൊടി വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ രാവിലെ പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ വൈകുന്നേരമൊക്കെ സമയത്തൊക്കെ ഒന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ നോർമൽ നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെയാണ് വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാറ്റുകയാണ്. നമ്മൾ കൈയൊക്കെ ആയിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിത് തന്നെയാണ് കേട്ടോ ചപ്പാത്തിക്കും അതുപോലെ എഗ് ബീറ്റ് ചെയ്യാനും വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഞാൻ പത്തിരിക്കും കുറച്ച് പിടിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടിനും കൂടിയിട്ടുള്ള മാവാണ് കേട്ടോ വാട്ടിയെടുത്തിട്ടുള്ളത്. കുറച്ച് പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ പിടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളതാണ് മാവ്. ആ പൊടിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി മാവ് എടുത്തിട്ട് പിടി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഒരു ഈസി മെത്തേഡിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മറ്റേ നമ്മൾ മാവ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ഉരുളാക്കിയിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ടൊക്കെ വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നീളത്തിൽ ഇതേ രീതിയിൽ കനം കുറച്ചിട്ട് നീളത്തിൽ എടുത്തിട്ട് അത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള എന്നാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. മറ്റേത് കുറേ സമയം വേണ്ടി വരും. ഇങ്ങനെ ആവിയിൽ വേവിച്ചതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ട് എന്നിട്ട് അതിന് ശേഷം ഇതങ്ങനെ കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ പണി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി ആരെങ്കിലും പിടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. ഒരേ രീതിയിൽ ഒരേ വലുപ്പത്തിൽ ഓരോ സൈസിലൊക്കെ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനും കഴിയും ഇങ്ങനെ ചെയ്തതിൽ. അപ്പോൾ ഇനി വൈകുന്നേരം ആയപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി പത്തിരി ചുട്ടെടുക്കുക, അതുമാതിരി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സാജിദ, അവർ പറഞ്ഞതാണ് കേട്ടോ ഈ ചട്ടിപ്പത്തിരിനെ കുറിച്ചിട്ട്. പൊറോട്ട വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി ഒരു നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു തന്നാൽ. അപ്പോൾ ഞാൻ അവർക്ക് എന്തപ്പം ഇന്ന് സ്നാക്ക് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവരെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് റെസിപ്പിയൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വലിയുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മൾ നോർമൽ ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ് എങ്ങനെ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഫില്ലിങ്ങൊക്കെ ചെയ്യുന്നത്. പൊറോട്ട ആണ് ബേസായിട്ട് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ വലിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കൂടിയിട്ട് വഴറ്റിയിട്ട് അതിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ചിക്കൻ വേവിച്ച് വെച്ചിട്ട് ഉള്ള ചിക്കൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മസാല തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മസാല തയ്യാറാക്കിയതിന് ശേഷം ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സവാളയുടെ കഷ്ണം നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ അണ്ടിയും മുന്തിരിയൊക്കെ റോസ്റ്റായി വരുന്ന സമയത്ത് കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റവ റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല
തരിക്കഞ്ഞി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റവ ഒക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാണ് റവ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക, ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ ചോറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഈ ഒരു പലഹാരം തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരൊന്നും കഴിക്കൊന്നുമില്ല. പിന്നെ അത്താഴത്തിന് പഴം, മുട്ട, കട്ടൻ ചായ അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഫുഡ് ഉണ്ടാക്കണ ജോലി മാത്രമേ ഉള്ളൂ. തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു സാലഡാണ് കേട്ടോ. നിലക്കടല വെച്ചിട്ടുള്ളൊരു സാലഡാണ്. നിലക്കടല പ്രഷർ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളി, മല്ലിയില, ചെറുനാരങ്ങ നീര്, ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒരു സാലഡ്. ഞാൻ ഇതിന് മുന്നേ ഒരു വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു സാലഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നിലക്കടല വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വറുത്ത നിലക്കടലയും വെച്ചിട്ട് ഇത് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്കൊക്കെ കഴിക്കുന്ന പോലെ ഒരു സാലഡ് എന്ന രീതിയിൽ ഇത് കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അത് ഞങ്ങൾ ചില ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അഫ്ഗാൻ ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ്, ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലകളൊന്നും അധികം ഇല്ലാത്ത ഒരു നോർമൽ ഒരു കറി, ഒരു എരിവൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചാമ്പക്ക വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുക. ചാമ്പക്ക വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാമ്പക്ക പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇത് വലിയൊരു സൈസ്, വേറൊരു സൈസ് ചാമ്പക്കയാണ്. നല്ല പഴുത്തിട്ടുണ്ട്, റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ചാമ്പക്ക വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ചാമ്പക്ക പൊട്ടിക്കാൻ പോയതാണ്. അപ്പോൾ നല്ല പഴുത്ത ചാമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ റംബുട്ടാനൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ റംബുട്ടാൻ്റെ പച്ചാവുമ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടെറസിൽ നിന്നാൽ നല്ല നമുക്ക് പൊട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിങ്ങനെ പഴുത്ത് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പഴുത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തല്ലേ ഇപ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പൊട്ടിച്ച് കൂട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല, ഇങ്ങനെ ഇടയിലൊക്കെ അങ്ങനെ പഴുത്ത് വന്നിട്ടുള്ളതാണ്.
ഇനി ചാമ്പക്ക വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായി കഴുകി ഒക്കെ ചാമ്പക്കൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പൊളിച്ചിട്ട് അതിൽ വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല കേട്ടോ. ഒരു കുറച്ച് അതൊന്ന് കറങ്ങാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടോ. എന്നിട്ട് അത് അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാമ്പക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പൊറോട്ട ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാനായിട്ട് ഒരു 4 പൊറോട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നെയ്യ് തടവി കൊടുക്കുകയാണ്. സൈഡിലും താഴ്ഭാഗത്തൊക്കെ വിട്ടു പോരാൻ വേണ്ടിയിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പൊറോട്ടൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക. പിന്നെ പാലും മുട്ടയും കൂടിയിട്ട് ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പകുതി ഒഴിച്ചു കൊടുത്തിട്ടാണ് അതൊന്നിങ്ങനെ സെറ്റായി താഴ്ഭാഗത്തൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്, ആദ്യം ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അതുകൊണ്ട് ഞാൻ ഒറ്റ ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ മുകൾക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായതിന് ശേഷമാണ് പിന്നെ മുകളിലത്തെ ബാക്കി ലെയർ പൊറോട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, മസാല തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചട്ടിപ്പത്തിരി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പൊറോട്ടയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ആ മുട്ടയും പാലും കൂടിയിട്ട് അടിച്ചതിൽ മിക്സ് ആക്കിയിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊറോട്ട ഒക്കെ നന്നായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇതിന് മുകളിൽ പാലും മുട്ടയും കൂടിയിട്ട് ഒരു മുട്ടയും കൂടി അടിച്ചിട്ട് ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ഒക്കെ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ട ചട്ടിപ്പത്തിരി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരം ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഓരോന്നും നിന്നപ്പോൾ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കണം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൃതിയിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുക്കാനും ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോഴൊന്നും ബാങ്ക് കൊടുത്ത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ്. അപ്പോൾ അത് താഴ്ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാവുന്ന വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക. അപ്പോൾ ചെമ്മീനിൽ കുറച്ചും കൂടി മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഓയിലൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ പൊറോട്ട ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്തു. ഇനി ഇത് എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നോമ്പ് തുറക്കാൻ പോകട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.